ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു. യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി. എന്തൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞ ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഇതൊരു നിലപാടാണ്. ഇത് മന്നത്ത് പത്മനാഭൻ എടുത്ത നിലപാടാണ്. അതിന്നും ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ. മുൻപ് നമ്മൾ എതിർപ്പ് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഇല്ല ഇക്കാര്യത്തിൽ. സമദൂരത്തിൽ എവിടെയാണ് നമുക്കൊരു മാറ്റം വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സമദൂരത്തിൽ മാറ്റം വന്നു ഇല്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ പങ്കെടുക്കുകയും സർക്കാരിന് വലിയ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അവിടെ സമദൂര നിലപാടാണ്. ഈ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലാന്ന്. നമ്മൾ ആ സമദൂരം തുടരും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരം ഉണ്ടോ? ശരിദൂരം ഉണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. അപ്പൊ അതിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ, സർക്കാരിന് വിശ്വാസത്തിലെടുക്കാൻ അല്ല, ഇടതുപക്ഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തൊക്കെ മാറ്റങ്ങൾ ഇടത് സർക്കാരിന് എങ്ങനെ നിങ്ങൾ അവിടെ അന്വേഷിക്കും? അവരുടെ ആഗോള അയ്യപ്പ സംഗമത്തിലെ NSSന്റെ നിലപാട് അത് വിശദീകരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പ്രതിനിധി സഭയിലെ അംഗങ്ങളും ഈ നിലപാടിനോട് അദ്ദേഹത്തിനോട് പിന്തുണച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് മന്നത്ത് പത്മനാഭന്റെ കാലം മുതലുള്ള നിലപാടുകളാണ്. ആ നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചത്. സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരത്തില്ല എന്റെ അർത്ഥം. ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ എന്റെ അർത്ഥം. ഒരു ചർച്ചയ്ക്ക് ഇനി സമയമുണ്ടോ? ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും അത് അംഗീകരിക്കും. ഒരു രാഷ്ട്രീയ നിലപാടല്ലേ? രാഷ്ട്രീയ നിലപാടല്ല. അനുമതി ചോദിച്ചാൽ കൊടുക്കുമോ? കോൺഗ്രസ് BJP വന്നോട്ടെ, കാണാൻ വന്നോട്ടെ. സൗഹൃദ സന്ദർശനം അത് ആലോചിച്ച് പറയണ്ട. സൗഹൃദത്തിനുമില്ല. ഈ കാര്യം പറയാൻ വേണ്ട, സൗഹൃദത്തിന് വരാം. വേറെ കാര്യം എന്താ പറയാനാണല്ലോ, ആളുകൾ വരരുതെന്ന് പറയാനൊക്കെ ഞങ്ങളും ആവശ്യപ്പെട്ടു. പിന്നെ ആരൊക്കെ ആവശ്യപ്പെട്ടു എനിക്കറിയാൻ പറ്റും. അല്ലല്ല, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു, മറ്റുള്ളവരും ആവശ്യപ്പെട്ട് കാണും. എന്തിനാ പിന്നെ നിങ്ങളിട്ട് കുഴക്കുന്നു? ഈ അയ്യപ്പ സംഘം തെരഞ്ഞെടുപ്പിൽ പെരുന്നയിലെ പ്രതിനിധി സഭ സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങിയതാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. നിലപാടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. സമദൂര നിലപാട് തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ആഗോള സംഗമത്തിലെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ പ്രതികരണങ്ങളിലേക്ക് എത്തിയത്. ടോബി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഇത് മന്നത്ത് പത്മനാഭന്റെ കാലം മുതലുള്ള നിലപാടാണ്. ആ നിലപാട് തന്നെ ഇപ്പോഴും തുടരുന്നു. അല്ലാതെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട നിലപാടാണ്. ആ കാര്യത്തിലാണ് ഇങ്ങനെയൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു രാഷ്ട്രീയ നിലപാടായിട്ട് കാണേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്ന് പ്രതിനിധി സഭയിൽ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം പ്രതിനിധികൾക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു, അദ്ദേഹം പറഞ്ഞു എന്നാണ് പ്രതിനിധികളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ ആശയക്കുഴപ്പമൊന്നുമില്ല. ശരിദൂരത്തിൽ തന്നെ, സമദൂരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ സമദൂരത്തിൽ നിൽക്കുമ്പോൾ പോലും അതിലെ ശരിദൂരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആ ശരിദൂരം എന്ത് എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിലുള്ള വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആശയക്കുഴപ്പങ്ങൾ ഒരല്പം മാറിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്നെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ, അതായത് NSSന്റെ പൂർണ്ണ പിന്തുണ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഈ പ്രതിനിധി സഭ കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ പ്രതിനിധികളോട് തന്നെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു. അവരും അത് തന്നെയാണ് പറയുന്നത്. ഇതൊരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള
ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. അതിൽ രാഷ്ട്രീയമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് അപ്പോൾ കാണാമെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില വാക്കുകൾ വന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ കോൺഗ്രസിന് കുറച്ച് ആശ്വാസം ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നത്. ടോബി, ഈ ഒരു വിഷയം വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ NSS കരയോഗ അംഗങ്ങൾ തന്നെ ചിലയിടങ്ങളിലൊക്കെ തന്നെ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ ചില ബാനറുകൾ അദ്ദേഹത്തിനെതിരായി വന്നു. അപ്പോൾ ഇന്ന് ഈ പ്രതിനിധി സഭയിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും എതിർപ്പിന്റെ സ്വരം അത് ഉയർന്നു വന്നിരുന്നോ? അതോ എല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഒരു സമവായത്തിൽ എത്തുകയാണോ? ഇന്നത്തെ ഈ പ്രതിനിധി സഭയിൽ 300 അംഗങ്ങളാണുള്ളത്. അവരാരും തന്നെ അത്തരത്തിലുള്ളൊരു പ്രതിഷേധം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരോടും നമ്മൾ ചോദിച്ചപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രതിഷേധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ 2 ഫ്ലെക്സുകൾ വന്നു. അതിന് ആരാണ് ആ ഫ്ലെക്സ് വെച്ചതെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയുണ്ട്. ചേന്നാടാണ് ഇന്ന് ഒരു ചേന്നാട് കരയോഗത്തിന്റെ പേരിൽ ഒരു ഫ്ലെക്സ് വന്നത്. ചങ്ങനാശ്ശേരിയിൽ രാജിവെച്ചവരിൽ അവർ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയതാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എറണാകുളത്തും ചില പ്രതിഷേധങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ നമുക്കറിയാവുന്നതുപോലെ 5600ഓളം കരയോഗങ്ങളുണ്ട്, 60 യൂണിയനുകളുണ്ട്. ഇവിടെ നിന്നൊന്നും തന്നെ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. ഇന്നലെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. തൻ്റെ നിലപാട് അതിന് പൂർണ്ണ പിന്തുണയാണ് ഈ NSSൽ നിന്നും ലഭിക്കുന്നത്. ആ നിലപാടിന് ലഭിക്കുന്ന പിന്തുണ അത് പൊതുസമൂഹത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഒരു തരത്തിലുള്ള വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് കാണാനായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത, ടോബി ജോൺസണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളോട് അദ്ദേഹം ഒഴിഞ്ഞുമാറുന്നതും നമ്മൾ കണ്ടു. സമദൂരമാണ്, സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ടോ എന്ന ചോദ്യത്തിനും അത് ശരിദൂരം തന്നെയാണ്. NSSന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. NSS എന്നും വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമല വിഷയത്തിൽ, ആഗോള സംഗമത്തിന്റെ വിഷയത്തിലാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പണ്ടുകാലം മുതലേയുള്ള നിലപാട് തന്നെയാണെന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.